ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, നിങ്ങൾ പ്രായം കൂടുന്തോറും ചർമ്മത്തിന്റെ ചുളിവ് കണ്ട് വിഷമിച്ചിരിക്കുകയാണോ? അപ്പോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണിത്. പ്രായം കൂടുന്തോറും ചർമ്മത്തിന്റെ സ്വാഭാവിക നിറവും തിളക്കവും നഷ്ടപ്പെട്ട് ചുളിവുകളും വരകളും കണ്ട് വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? അപ്പൊ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് കാപ്പിപ്പൊടിയെ കുറിച്ചാണ്. കാപ്പിപ്പൊടി നമ്മളെല്ലാവരും സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ കാപ്പിപ്പൊടിയെ കുറിച്ച് കൂടുതലൊന്നും നമ്മൾക്കറിയില്ല, അല്ലെ? പക്ഷേ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഒന്നാമതായി, കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ സ്കിന്നിന് സ്വാഭാവിക നിറം നിലനിർത്താനും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകൾ ഒരു പരിധിവരെ കുറക്കാനും സഹായിക്കുന്നു. ഇനി പ്രധാനമായും കാപ്പിപ്പൊടി എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യുന്നത് നോക്കാം. ഒന്ന്, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എണ്ണമയം കുറക്കുന്നു. അതായത് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കെല്ലാം മുഖത്ത് നല്ല എണ്ണമയം ഉണ്ടാവും. അത് കുറക്കാൻ നമ്മുടെ കാപ്പിപ്പൊടി ഉപയോഗിച്ച് ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മുഖത്ത് നല്ല രക്തയോട്ടം ഉണ്ടാക്കാൻ പറ്റും. മൃതകോശങ്ങളെ ഇല്ലായ്മ ചെയ്യാനും നമുക്കറിയാം. നമ്മുടെ മാസവും 28 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ മോശം സ്കിന്നിന്, അതായത് മൃതകോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്കിന്നിന്റെ തൊലി പൊളിഞ്ഞു പോകുന്നാലും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അതായത് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ സ്കിന്നിനെ കളയുന്നതാണത്. സ്കിന്ന് ഒരു 28 ദിവസം കഴിയുമ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മുടെ മുഖത്ത് അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ മുഖം ഒരു ഡാർക്ക് കളറൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ കളഞ്ഞ് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയി തിളക്കമുള്ളതായിട്ട് കൊണ്ടുവരാൻ കാപ്പിപ്പൊടിക്ക് പറ്റും. അപ്പൊ ഞാനിതാ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ, ഒരു സ്പൂൺ തൈര് എടുത്ത് അതിലേക്ക് ഒരു സ്പൂണ് കാപ്പിപ്പൊടി ഇട്ട്, നിങ്ങൾക്കിപ്പോൾ 2 സ്പൂൺ വേണമെങ്കിൽ അതേപോലെ കാപ്പിപ്പൊടിയും തൈരും ഒരേപോലെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ മുഖത്തിൻ്റെ എല്ലാ സൈഡിലും, എല്ലാ കണ്ണിൻ്റെ അടിയിൽ, കഴുത്തിൽ ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. നമുക്കിങ്ങനെ ഒരു ഇച്ചിങ് പോലെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് അത് ചെവിയുടെ സൈഡിലോ അല്ല കയ്യിലോ ഇട്ടിട്ട് ജസ്റ്റ് അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ഇച്ചിങ്ങും കാര്യങ്ങളും ചെറുതായിട്ട് എന്തായാലും നമുക്ക് ഇച്ചിങ് ഉണ്ടാവും. പക്ഷേ അത് കൂടുതലാണെങ്കിൽ അവർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന മസാജ് സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നെറ്റിയിലൊക്കെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഏത് മസാജ് ചെയ്യുമ്പോഴും നമ്മൾ മുകളിലോട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അതായത് നമ്മളിപ്പോൾ മൂക്കിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ മൂക്കിൻ്റെ 2 സൈഡിലും നമുക്ക് ബ്ലാക്ക് വരുന്ന സ്ഥലമാണിത്. ഈ 2 സൈഡിലും നമ്മൾ S&8 എന്ന് വരച്ചു കൊടുക്കുക. S&8 എന്ന് എഴുതുന്ന പോലെ വരച്ചു കൊടുക്കുക. അതേപോലെ ചുണ്ടിൻ്റെ 2 സൈഡിലും നമുക്ക് കറുപ്പ് വരുന്ന സ്ഥലമാണ്, അവിടെയും അതേപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുത്തിന് നമ്മളിതാ മുകളിലോട്ട് തന്നെ മസാജ് കൊടുക്കണം. കഴുത്ത് മുകളിലോട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ വലിച്ചു പിടിക്കുക. നമ്മുടെ 2 സൈഡിൽ ഇങ്ങനെ സാഗ് ചെയ്ത് സ്കിന്നൊക്കെ അത് ഒരു പരിധി വരെ ടൈറ്റ് ആവാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഇതാവും. എല്ലാം നമ്മൾ മുകളിലോട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫേസിൽ ഓരോ പ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ കഴുത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇതാ മൂക്കിൻ്റെ 2 സൈഡിൽ, നെറ്റിയുടെ 2 സൈഡിൽ, ചെവിയുടെ ബാക്കിലായിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഏത് മസാജ് ചെയ്യുമ്പോഴും കേട്ടോ. പിന്നെ ഇതാ നിങ്ങൾക്ക് ഇനി ആവശ്യമാണെങ്കിൽ മസാജിനെ പറ്റി അറിയണമെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മസാജിനായിട്ടുള്ള വീഡിയോ വേറെ തന്നെ ചെയ്യാം കേട്ടോ. കഴുത്തിന് നെക്ക് ഇങ്ങനെ ബാക്കിലോട്ട് പിടിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ചുളിവുകൾ കുറയാൻ സഹായിക്കും. അപ്പോൾ ഇത് ഞാൻ ഏകദേശം സ്ക്രബൊക്കെ ചെയ്ത് മുഖമൊക്കെ ചെയ്ത് കഴുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴുകി വന്ന ഒരു ഇതാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല ചേഞ്ച് ഉണ്ട് മുഖത്ത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല ചേഞ്ച് അറിയുന്നില്ലേ? നല്ല ഗ്ലോ വന്നിട്ടുണ്ട് ഫേസ്. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഗ്ലോ മാത്രമല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഫേസ്. പൊതുവേ എൻ്റെ മുഖം സോഫ്റ്റ് തന്നെയാണ്, പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ പാക്ക് ഉപയോഗിക്കുന്നതിനോട് കൂടി തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത്. അതുപോലെ നല്ല നല്ല പച്ചക്കറികളും ഇലക്കറികളും അതിൻ്റെ കൂടെ കഴിക്കുകയും വേണം. എങ്കിൽ നമുക്ക് സ്കിന്നിനോടൊപ്പം നമ്മുടെ ആരോഗ്യവും എന്നും നിലനിർത്താൻ പറ്റും. പിന്നെ നമ്മുടെ ഈ സ്കിന്ന് സോഫ്റ്റ് ആവാനും സ്കിന്ന് ഗ്ലോ ആയി നിൽക്കാനും സ്കിന്ന് മോയ്സ്ചർ കണ്ടന്റ് പോകാതിരിക്കാനും നമ്മൾ എപ്പോഴും നന്നായി വെള്ളം കുടിച്ചിരിക്കണം കേട്ടോ.
പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം, ബൈ.